الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ച തമ്പുരാനെ അവന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഉദ്ബോധിപ്പിക്കുകയാണ്. മുസ്ലിമായി മരിക്കണമെന്നാണ് തഖ്വയുള്ള വസിയ്യത്തിൽ പ്രാരംഭമായി ഓതി കൽപ്പിച്ചിട്ടുള്ളത്. മുസ്ലിമായി മരിക്കണമെങ്കിൽ മരണം എപ്പോഴാണെന്ന് അറിയാത്ത നിലക്ക് എപ്പോഴും മുസ്ലിമായി ജീവിക്കണം എന്നാണ് അതിൻ്റെ താല്പര്യം എന്ന് മനസ്സിലാക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാവണം. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പ്രതിപാദിച്ചത് ഈമാൻ വർദ്ധിപ്പിക്കാൻ എന്തുണ്ട് മാർഗം എന്നതിനെ കുറിച്ചായിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി സൂചിപ്പിച്ചത്. നന്മ ചെയ്യുന്ന സ്ഥലവും സമയവും വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഒന്നാമത്. അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. നമ്മൾ 10 മിനിറ്റ് മുമ്പേ പള്ളിയിലേക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം 10 മിനിറ്റ് നമ്മൾ നന്മയിലായി എന്നും തിന്മയിൽ നിന്ന് വിട്ടു എന്നുമാണ്. അതുപോലെ ചെയ്യുന്നത് നിയ്യത്തോടെ ആവുക എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞ ഒരു കാര്യം. അത്യാവശ്യം ശരാശരി മതകാര്യങ്ങളിലൊക്കെ ഉയർന്ന് ചിന്തിക്കുന്ന, പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിന്മകളെല്ലാം ചെയ്യുന്നത് നിയ്യത്തോടു കൂടിയാണ്. ഏത് തിന്മ ചെയ്യുമ്പോഴും നമുക്കറിയാം അത് തിന്മയാണ് എന്ന്. എന്നാൽ നന്മകൾ പലതും നിയ്യത്തോടുകൂടി അല്ലാത്തത് കൊണ്ട് അത് പാഴായി പോകും. മാത്രമല്ല, നിയ്യത്ത് വായ കൊണ്ട് പറയേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അത് മനസ്സിൽ പോലും ഇല്ലാത്ത രൂപത്തിലായി പോകുന്നു പലപ്പോഴും എന്നുള്ളതാണ് നമ്മുടെ ഒരു ദുരന്തം എന്ന് പറഞ്ഞത്. മറ്റൊരു വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ അനുബന്ധമായ ചില കാര്യങ്ങൾ വിഷയപൂർത്തീകരണത്തിനും കൂടി വേണ്ടി സൂചിപ്പിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ 2 ഉദാഹരണം, ഒന്ന് സലാം പറയുമ്പോൾ അതൊരു പ്രാർത്ഥനയാണെന്നുള്ള നിയ്യത്തോടു കൂടി ആലോചനയോടുകൂടി ചെയ്യണമെന്നാണ്. അഭിവാദനം പോലും പലപ്പോഴും നമ്മൾ ഒരു ആദത്ത് പോലെയായി പോകും.
അതുപോലെ നമ്മൾ ഇമാത്തത്തുൽ അദാനി തെറിയ ഈമാൻ 73 ശാഖകളാണ്, അല്ലെങ്കിൽ 60-70 ശാഖകളാണ്. അതിൽ ഏറ്റവും ഉയർന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും താഴെപ്പടിയിൽ നിൽക്കുന്നത് വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ എടുത്തു മാറ്റുക എന്നുള്ളതാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പലവരും നമ്മളത് കേട്ടതാണ്. അപ്പോ വഴിയിൽ മനുഷ്യന് ഉപദ്രവകരമായ ഒരു കൊമ്പ് വെട്ടി നീക്കം ചെയ്തതിന്റെ പേരിൽ സ്വർഗത്തിൽ അവൻ വിഹരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഉപദ്രവകരമാകുന്ന ഒരു ഓലമടൽ അല്ലെങ്കിൽ ഒരു കല്ല്, നമ്മൾ 2 വീലറിൽ ഇങ്ങനെ പോവാണ്, അപ്പൊ അത് കണ്ടാൽ നമുക്ക് വലിയ തിരക്കില്ലെങ്കിൽ അതൊന്ന് അവിടെ നിർത്തി അതൊന്ന് മാറ്റിയാൽ അതിന് സ്വർഗത്തിൽ വലിയ പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ നിയ്യത്തോടു കൂടിയാവുക, ത്യാഗം അധികമില്ലാത്ത നന്മകൾ പുലർത്തിക്കൊണ്ട് ഈമാനിലേക്ക് അടുക്കുക എന്നതാണ് പറഞ്ഞതിന്റെ മുഴുവൻ താല്പര്യം. ത്യാഗം അധികം അനുഭവിക്കേണ്ടതില്ലാത്ത നന്മകൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ത്യാഗം ആവശ്യമായ നന്മകളിലേക്ക് അള്ളാഹു നമ്മളെ വഴി നടത്തും. അങ്ങനെ ചെയ്യുമാറാവട്ടെ. ദീന് എന്നാൽ നസീഹത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദീനു അൻ-നസീഹ. ഇത് ആരോടുള്ളതാണ്? ഒന്നാമതായി അള്ളാഹുവിനോട് തന്നെയുള്ള ഗുണകാംക്ഷ പുലർത്തലാണ്. മറ്റൊന്ന് നമ്മുടെ സഹചാരികളോട്, സഹജീവികളോട്, മനുഷ്യരോടൊക്കെ ഗുണകാംക്ഷ പുലർത്തുന്ന സ്വഭാവമാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്. മാനുഷികമായ തെറ്റുകൾ ആരിലും വന്നു പോകും. എന്നാൽ പലപ്പോഴും ഗുണകാംക്ഷ പുലർത്താത്ത വിധമായി പോകുന്നു. ആരാധനയിൽ പലപ്പോഴും സൂക്ഷിക്കുന്ന നമ്മളുടെ പോലും പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. 10-35 കൊല്ലം മുമ്പേ ഒരു ദീനി ക്ലാസ് തുടർച്ചയായ ഒരു വിഷയം ഒരാൾ കൈകാര്യം ചെയ്യുന്നു. ആ ക്ലാസ് അങ്ങനെ പുരോഗമിച്ചപ്പോൾ അതൊരു പുസ്തകമാക്കണമെന്ന് ആ ക്ലാസ് സംഘടിപ്പിച്ച ആളുകൾക്ക് തോന്നുന്നു. അവരൊരു പുസ്തകമാക്കി. അതിലൊരു നസീഹത്തുണ്ടല്ലോ, ഇത് ആളുകൾക്ക് ഉപകാരപ്പെടണം. നേരിട്ട് കേട്ടവർ അത് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പുസ്തകമാക്കുന്നത്. അതിലൊരു നസീഹത്തുണ്ട്, അള്ളാഹു സ്വീകരിക്കും. 10-35 വർഷം കഴിഞ്ഞ് ആ പുസ്തകത്തിന്റെ ആ ക്ലാസ് എടുത്ത ആളെ തന്റെ സംഘടനയിൽ നിന്നോ നേതൃത്വത്തിൽ നിന്നോ മാറ്റി നിർത്താൻ വേണ്ടി ചില ആളുകൾ ആ വിഷയം പരിശോധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും പുസ്തകങ്ങളും ഒക്കെ പരിശോധിച്ച് എവിടെയുണ്ട് തെറ്റുകൾ എന്ന് പരിശോധിച്ചുകൊണ്ട് അതിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാടുകളിലെ ലഘുലേഖകളും പ്രസംഗങ്ങളും സംഘടിപ്പിക്കുന്നു. അതിൽ നസീഹത്തല്ലല്ലോ ഉള്ളത്. അപ്പൊ ഇതിൽ ഏതാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു ഫിത്ന സമൂഹത്തിൽ വിതരുന്നത് ഫിത്ന കൊലയേക്കാൾ ഭയാനകമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അബൂദർ ഗിഫാരിയുടെ ചരിത്രം നമുക്കറിയാം. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന സഹാബിയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം ചില ഗവർണർമാരൊക്കെ അത്യാവശ്യം സൗകര്യത്തിൽ ജീവിക്കുന്നത് കണ്ട് അപ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. താൻ സമ്പാദിക്കൽ നിന്ന് അന്നന്നത്തെ ചെലവ് കഴിച്ച് മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നൊരു വാദമാണ് അദ്ദേഹം ഉയർത്തിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹുവിന്റെ കാലമായപ്പോൾ ഈ ഗവർണർമാരൊക്കെ ശരിയായി നിരീക്ഷിക്കുന്ന ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് വലിയ പ്രശ്നമുണ്ടായില്ല. കണിശമായ കാര്യങ്ങൾ അദ്ദേഹം അനുവർത്തിച്ച് ചെയ്തതുകൊണ്ട്, ഖലീഫ നോക്കി ചെയ്തതുകൊണ്ട് അബൂദർ ഗിഫാരിയുടെ ഈ വാദം അധികം പടർന്നില്ല. അന്നൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു പോലെയുള്ളവരെ പോലും അബൂദർ ഗിഫാരി അതിനുശേഷം വിമർശിക്കുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലമായപ്പോൾ അത്യാവശ്യം സൗകര്യത്തിലുള്ള വീടോ സൗകര്യം ഉപയോഗിക്കുമ്പോൾ പോലും അതിനെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ദീനിന്റെ താല്പര്യം തന്നെയായിരിക്കാം അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. പക്ഷേ സാധാരണ സമൂഹത്തിൽ ഒരു ഫിത്ന പരക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തോന്നിയ ഖലീഫ അത് പല ആളുകളും സൂചിപ്പിച്ചതിന് ശേഷം സാധാരണ
ഒരാൾക്കെതിരെ വലിയ നടപടികൾ എടുക്കാൻ മടിക്കുന്ന, ലജ്ജയുള്ള ഒരാളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പക്ഷേ ഈ അറിയിപ്പ്, വിമർശനം കിട്ടിയപ്പോൾ അദ്ദേഹം അബൂദർ ഗഫാരിയോട് റബ്ദയിൽ പോയി താമസിക്കാൻ പറയുന്നുണ്ട്, ഒറ്റപ്പെട്ട ആളുകളില്ലാത്ത സ്ഥലത്ത്. അവിടുന്ന് പിന്നെ അദ്ദേഹത്തിന്റെ മരണവും ഒക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നതാണ്. അവിടെ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന് പെൺമക്കൾ മാത്രമേ ഉള്ളൂ എന്നാണ് ചരിത്രത്തിൽ വായിക്കാൻ ശ്രമിച്ചത്. അപ്പോ അവിടെ നിന്ന് അദ്ദേഹം മരണപ്പെട്ടു. ആ മയ്യത്ത് കബറടക്കാൻ പോലും ആളുകളില്ലാത്ത സ്ഥിതിയിൽ ആ ഭാര്യയും മക്കളും വേവലാതി കൊണ്ടപ്പോൾ ഇബ്നു മസ്ഊദ് അടക്കമുള്ള ഒരു സംഘം അവിടെ വരികയും അവർ അദ്ദേഹത്തിന് ഇത് അബൂദർ ഗഫാരിയാണെന്ന് തിരിച്ചറിയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവചനം പോലെ പറഞ്ഞ അബൂദർ ഗഫാരിയോട് പറഞ്ഞു, നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കും, ഒറ്റപ്പെട്ട സ്ഥലത്ത് മരിക്കും എന്നൊക്കെ പറഞ്ഞ പ്രവചനം പുലർന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇബ്നു മസ്ഊദ് അദ്ദേഹത്തിന്റെ ജനാസ സംസ്കരണത്തിന് നേതൃത്വം നൽകിയതും ഒക്കെ ചരിത്രത്തിൽ വായിക്കാൻ ശ്രദ്ധിക്കുന്നു. പറഞ്ഞു വന്നത്, ഒരു ഫിത്ന നന്മയുടെ പേരിൽ പോലും പരക്കുന്നത് സമൂഹം ജാഗ്രതയായി കാണണം എന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും, നമ്മൾ എന്നല്ല, ചില ആളുകൾ പലപ്പോഴും ചിഹ്നങ്ങളിലേക്ക് മാത്രമാണ് നോക്കുന്നത്. നിസ്കരിക്കുന്ന ആളാണ്, 5 നേരവും പള്ളിയിൽ വരുന്ന ആളാണെങ്കിൽ അവൻ വലിയ മുത്തഖിയാണ്, താടി നീളമുള്ള ആളാണെങ്കിൽ അവൻ വലിയ മുത്തഖിയാണ്. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മുഷ്ടി ചുരുട്ടി എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ അവന് കുറച്ച് തഖ്വ കൂടുതലാണ് എന്നൊക്കെ പലരും വിലയിരുത്താറ്. ഇങ്ങനെ ചില ചിഹ്നങ്ങളിൽ നോക്കുകയും, എന്നാൽ ഈ മുഷ്ടി ചുരുട്ടി എഴുന്നേൽക്കുന്ന ആളാണ്. ഞാൻ അതിന്റെ ന്യായാന്യാതകൾ മറ്റൊരു വിഷയമാണ്, അത് പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. അതിൽ ശ്രദ്ധിക്കുന്ന ഒരാള് എന്നാൽ അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോഴുള്ള കാലുകൾ വെക്കുന്നതോ അല്ലെങ്കിൽ റുകൂഇൽ നിൽക്കുന്നതിനോ ഒന്നും അത്ര ജാഗ്രതയില്ല. ഒരു സമയത്ത് തന്റെ ഗ്രൂപ്പിലുള്ള ആ ഒരു പണ്ഡിതൻ പ്രസംഗിച്ചതിൽ ഈ വിഷയമുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൽ മാത്രം ജാഗ്രത. ഇങ്ങനെ ചില ചിഹ്നങ്ങളിലേക്കും ചില വിഷയങ്ങളിലേക്കും മാത്രം നോക്കുന്നവരായി പോകുന്നു നമ്മൾ എന്നാണ് സൂചിപ്പിക്കുന്നത്. ചില തെറ്റുകളോട് നമ്മൾക്ക് വൈകാരിക സമീപനമാണ്. ഒരു കള്ള് കുടിക്കുന്ന ആളെ പോലും, പള്ളിയിൽ മൂത്രമൊഴിച്ച ആളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവർത്തിച്ച രീതി നമുക്കറിയാം. ഒരു മുസ്ലിം കള്ള് കുടിച്ചാൽ നമ്മളെ പ്രതികരണം എങ്ങനെയായിരിക്കും? അവനെ വേറെ കുറെ ആളുകളോട് കുറ്റം പറയുമെന്നല്ലാതെ നസീഹത്തോടു കൂടി അവനെ സമീപിച്ചിട്ടുണ്ടോ? ഏത് സാഹചര്യത്തിലാണ് അവർ രോഗത്തിൽ അടിമപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല എന്നുള്ളതായിരിക്കും ഉത്തരം. സൂചിപ്പിക്കുന്നത് അതിന്റെ ഒന്നും കാര്യങ്ങളിലേക്കല്ല, ചിലതിനോട് വൈകാരികമായ സമീപനം നമ്മൾ പുലർത്തുന്നുണ്ടോ എന്ന് വിശ്വാസികൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിലൊക്കെ ജാഗ്രത പുലർത്തുന്ന, നമസ്കാരത്തിലും താടിയിലും മുട്ടി ചുരുട്ടി എഴുന്നേൽക്കുന്നതിലും ഒക്കെ ജാഗ്രത പുലർത്തുന്ന ആളുകൾ കളവ് പറയുന്നതിലോ പരദൂഷണം പറയുന്നതിലോ അത്ര കണ്ട് ജാഗ്രത പുലർത്തുന്നുണ്ട് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല എന്നായിരിക്കും ഉത്തരം. അള്ളാഹു പരദൂഷണത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അയ്യുഹിബ്ബു അഹദുക്കും അയ്യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു. നമുക്കൊക്കെ ഇറച്ചി കറി ഇഷ്ടമാണ്, വേവിച്ച ഇറച്ചി ഇഷ്ടമാണ്. ആ മൃഗത്തിന്റെ തന്നെ പച്ച ഇറച്ചി നമ്മളാരും തിന്നാറില്ല. മനുഷ്യന്റെ മാംസം വേവിച്ചത് തന്നെ നമ്മൾ തിന്നാറില്ല. മനുഷ്യ മാംസം പച്ചയ്ക്ക് നമ്മൾ തിന്നാൻ അറക്കുന്നു. അത് സ്വന്തം സഹോദരന്റെ മാംസം പച്ചയ്ക്ക് തിന്നുന്നതിനെയാണ് അള്ളാഹു പരദൂഷണത്തെ ഉപമിച്ചത്. അപ്പൊ എത്ര കണ്ട് ഗൗരവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യ മറ്റൊരു ഭാര്യയെ കുറിച്ച് എന്തോ നബി പറഞ്ഞപ്പോൾ ആ കുറിയോളല്ലേ എന്നൊരു പദപ്രയോഗം മാത്രമാണ് നബിയുടെ ഭാര്യ നടത്തിയത്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് അത് പറഞ്ഞത്. ആയിഷ, നീ പറഞ്ഞ വാക്ക് കടലിൽ കൊണ്ടുപോയി കലക്കിയാൽ അതിന്റെ നിറം മാറുമാറ് വിഷമുള്ളതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാ യത്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. മതകാര്യങ്ങൾ അള്ളാഹുവിന്റെ വഹി മാത്രം അനുസരിച്ച് സംസാരിക്കുന്ന പ്രവാചകൻ സ്വന്തം ഭാര്യയെ തിരുത്തുന്നത് കടലിൽ കലക്കിയാൽ നിറം മാറുമാറ് വിഷമുള്ളതാണ്, കുറിയോളല്ലേ
എന്ന് കുറെ ആളാണ് മറ്റേ ഭാര്യ ഉള്ളതാണ് പറഞ്ഞത്. പക്ഷെ ആ പ്രയോഗത്തെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യുന്ന സ്ഥലം സാക്ഷിയാവുന്നത് പോലെ തന്നെ തിന്മ ചെയ്യുന്ന സ്ഥലവും സാക്ഷിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാഹത്തിൽ എന്നൊരു പ്രയോഗം ഖുർആൻ നടത്തിയിട്ടുണ്ട്. വഖാലൽ ഇൻസാനു മാ ലഹാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സൂറത്തിൽ നമുക്കത് കാണാൻ കഴിയും. അതില് ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ദിവസം എന്നൊരു പ്രയോഗം കാണാം. എന്താ ഭൂമി വർത്തമാനങ്ങൾ പറയാന്ന് പറഞ്ഞാല്, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഖുതുബ കേട്ടു എന്നുള്ള നന്മ നാളെ ഈ സ്ഥലം അല്ലാഹുവിനോട് സാക്ഷി പറയുമെന്നാണ്. ഈ മിമ്പറിൽ നിന്ന് ഞാൻ സംസാരിച്ചത് ഈ സ്ഥലം നാളെ സാക്ഷിയാവുമെന്നാണ്. ഇതുപോലെ നന്മകൾ ചെയ്യുന്ന സ്ഥലവും തിന്മകൾ ചെയ്യുന്ന സ്ഥലവും അല്ലാഹു നമുക്ക് മറവട്ടെ. പറയാൻ അർഹതയില്ല, പക്ഷേ ദീനിന്റെ നസീഹത്തോടു കൂടി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരദൂഷണം പോലെ കളവ് പോലെയുള്ള നമ്മൾ ഗൗരവം കാണാത്ത തെറ്റുകളെ ഗൗരവമായി കണ്ടുകൊണ്ട് കൊച്ചു കൊച്ചു നന്മകളിലൂടെ പുരോഗമിച്ചാൽ അള്ളാഹു നമുക്ക് കൂടുതൽ നന്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമെന്ന് പ്രതീക്ഷിക്കുക. നമ്മളൊക്കെ പാശ്ചാത്യൻ സംസ്കാരത്തെ നിശിതമായി വിമർശിക്കുന്നവരാണ്. ഇബ്നു ബത്തൂത്ത മാൾ എന്നൊരു മാളുണ്ട് ദുബായിൽ. വളരെ അവിടെ പോയവർക്കറിയാം, വളരെ വിശാലമായ ഹാളാണ്, വളരെ മനോഹരമാണ് അതിനുള്ളൂ. അതിലൂടെ ബർമുഡയൊക്കെ ധരിച്ച ഒരു യൂറോപ്യൻ ഇംഗ്ലീഷുകാരൻ ഇങ്ങനെ ഒരു വെള്ളം വാങ്ങി അദ്ദേഹം കുടിച്ചിട്ടുണ്ട്. ചെറിയ കുപ്പിയിൽ ഇത്തിരി വെള്ളം ബാക്കിയുണ്ട്. അത് കുടിച്ചു അത് അത്രയും ബാക്കിയുള്ളപ്പോൾ അദ്ദേഹത്തിന് ദാഹം തീർന്നു. അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, ദൂരേക്ക് നോക്കി, പല സ്ഥലത്തും ഇങ്ങനെ നോക്കി. ദൂരെ എന്തോ കണ്ട മാതിരി അദ്ദേഹം അങ്ങോട്ട് നടന്നു. ആ മാളിൽ പോയ ആൾക്കറിയാം വളരെ ദീർഘമായി നടക്കണം. അദ്ദേഹം പോയ സ്ഥലം കുറേ ദൂരെ ചെന്നിട്ട് ഒരു ചെടി അവിടെ ഉണ്ട്. ഈ ബാക്കിയുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു അദ്ദേഹം. അവിടുന്ന് വീണ്ടും അദ്ദേഹം ഇങ്ങനെ തെരഞ്ഞു നോക്കി. വേറെന്തോ കണ്ട് കുറച്ച് ദൂരം പിന്നെയും അദ്ദേഹം നടന്നു. ആ വേസ്റ്റ് പിന്നിൽ ഇത് നിക്ഷേപിച്ചു. ഞാനെന്തിനാ അത് സൂചിപ്പിച്ചത്? നമ്മളൊക്കെ കല്യാണത്തിനൊക്കെ പോകുന്നവരാണ്. നമ്മൾ 300 ml 500 ml ഒക്കെ വെള്ളം കുടിച്ചാൽ അതിൽ ബാക്കിയുള്ള നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ ആ ടേബിളിൽ വെച്ചു. നമ്മളെന്നല്ല, ചില ആളുകൾ അത്തോളിയിലെ ഒരു കല്യാണ ഹാളിന്റെ ഉടമ എന്നോട് പറഞ്ഞത്, ഒരു മുസ്ലിം കല്യാണത്തിന് 30-50 ബാഗ് വേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ്. ഈ ബാക്കിയാക്കിയ വെള്ളത്തിനെ കുറിച്ച് അല്ലാഹു ചോദിക്കില്ലേ എന്നാണ് ആലോചിക്കുന്നത്. അപ്പൊ ഈ വെള്ളം മുഴുവനായി കുടിക്കാം, ഒന്നുകിൽ കൈ എഴുതാനെങ്കിലും അത് ഉപയോഗിക്കാമല്ലോ. ആ വേസ്റ്റ് പിന്നിൽ കൊണ്ടുപോയിട്ട് ആ ബോട്ടിൽ നമുക്ക് നിക്ഷേപിക്കാം. ഇത് കേൾക്കുന്ന ഒരാൾ, ഇത് പറയുന്ന ഞാൻ, ഇനി എന്നിൽ നിന്ന് ഇത് ഉണ്ടാവരുത്, ഈ തിന്മ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇന്ന് പറഞ്ഞതും കേട്ടതും സാർത്ഥകമായി. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഇങ്ങനെ ഭൗതികമായും പാരത്രികമായും ഒക്കെ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യക്ഷത്തിൽ കാണുന്ന ചില സംഗതികളെ കണ്ട് നമ്മൾ തഖ്വയെ കുറിച്ച് വിലയിരുത്തരുത്. ഒരു സ്വർഗാവകാശം കാണിച്ചു തരാം എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു. സഹാബികൾ സാബോധം നോക്കി ആരാണ് വരുന്നത്. അപ്പോ ഇടത് കൈയിൽ ചെരുപ്പ് ഇങ്ങനെ പിടിച്ചുകൊണ്ടൊരു സഹാബി അങ്ങനെ നടന്നുപോയി. അതാ അയാൾ സ്വർഗത്തിലാണ്. സഅദ് ഇബ്നു അബീ വഖാസ് ആണ് ആള്. അബ്ദുല്ലാഹി ഇബ്നു അംറിന് തോന്നി. ഇത് 2-3 പ്രാവശ്യം ആവർത്തിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ഇങ്ങനെ പോകുമ്പോൾ സ്വർഗാവകാശിയെ കാണിച്ചു തരാൻ പറഞ്ഞു. സഅദ് പാസ് ചെയ്യുമ്പോൾ നബി പറഞ്ഞു, അതാ അയാൾ സ്വർഗത്തിലാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ അദ്ദേഹം സ്വർഗത്തെ അവകാശിയാകാൻ വേണ്ടി സഅദ് എന്താണ് ചെയ്യുന്നത് എന്ന് പഠിച്ചു നോക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിച്ചു. ഞാൻ വാപ്പയായിട്ട് ചെറിയൊരു റിസൽറ്റാണ്, 2 ദിവസം ഇവിടെ നിൽക്കണം. 3 ദിവസം നിന്നു, പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. 3-ാം ദിവസം തിരിച്ചു പോകുമ്പോൾ പറഞ്ഞു, ഞാൻ വാപ്പനോട് തെറ്റിയിട്ടൊന്നും വന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നതിൽ നിന്നും കാര്യമായി ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യല്.
അങ്ങനെ തിരിച്ചു നടക്കുന്ന അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹുവിനെ തിരിച്ചൊഴിച്ചുകൊണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് പറയുന്നത് പിന്നെ ഒരു കാര്യം കേട്ടോ, ഞാൻ ഒരാളോട് ദേഷ്യം വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങാറില്ല, ഒരാളോട് വിദ്വേഷം പുലർത്തി ഞാൻ രാത്രി കിടന്നുറങ്ങാറില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് രാത്രിക്ക് മുമ്പ് തീർക്കും. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എനിക്ക് പറയാനാവുമോ, നിങ്ങൾക്ക് പറയാനാവുമോ? ഒരാളോടും വിദ്വേഷമില്ലാത്ത ഒരു മനസ്സിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ്. ലാ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. തന്റെ സഹോദരന് വേണ്ടി തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരെ മുഅ്മിനാവുകയില്ല എന്നാ പറഞ്ഞത്. നമുക്ക് അയൽവാസിക്ക് വലിയ സൗകര്യമുണ്ട്, കാറുണ്ട്, വീടുണ്ട്. അത്ര വലുതല്ല നമ്മുടെ കാറെങ്കിൽ വീടെങ്കിൽ നമുക്ക് അയൽവാസിക്കിടയിൽ ഉള്ളതിൽ ഉണ്ടായ സന്തോഷമാണ് ഉണ്ടാവുക, നമുക്കതിലുള്ള ഇല്ലാത്തതിലുള്ള ദുഃഖമാണ് ഉണ്ടാവുക. ഏത് സൗകര്യവും ഏത് സംഗതിയും ഇങ്ങനെ ചേർത്ത് വെച്ച് നോക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ ദുനിയാവിന് വേണ്ടിയായി പോകുന്നു പലപ്പോഴും നമ്മുടെ പ്രവർത്തനം. അങ്ങാടിയിലൂടെ നടക്കുകയാണ് പ്രവാചകൻ, കൂടെ സഹാബികളുമുണ്ട്. അല്പം ദൂരെ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പ്രവാചകൻ നടന്നെടുത്തു. അവിടുന്ന് ചത്ത ഒരാട്ടിൻകുട്ടി എങ്ങനെ പൊക്കി പിടിച്ചിട്ട് ചോദിച്ചു, ഒരു ദിർഹമിന് ആർക്ക് വേണം? ചത്ത ആട്ടുകുട്ടി ആർക്കെങ്കിലും വേണം? പിന്നെ ഒരു പൈസ വെറുതെ കൊടുത്താൽ വേണം. ഒരു ദിർഹമിന് ആർക്ക് വേണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ഹദീസിന്റെ ബാക്കി ഭാഗങ്ങളിൽ കാണാം, ആ ചെറിയ ചെവിയുള്ള ആട്ടിൻകുട്ടിയായിരുന്നു അത്. ചെറിയ ചെവിയുള്ള ആട്ടിൻകുട്ടിന് ജീവനുള്ളപ്പോൾ തന്നെ നല്ല ലക്ഷണമായി അറബികൾ സ്വീകരിക്കാറില്ല. നല്ല ലക്ഷണമൊത്താൽ ആട്ടിൻകുട്ടിയായിട്ട് അതിനെ കരുതാറില്ല. ചെറിയ ചെവിയുള്ള ഒരു ആട്ടിൻകുട്ടിനെ തൂക്കിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഒരു ദിർഹമിന് ആർക്ക് വേണം? ആർക്കും വേണം. അത് വെറുതെ തരാം. വേണ്ട നബിയെ, ഇത് ദുനിയാവും, ഇതാണ് ദുനിയാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമായാണ് അത് പഠിപ്പിച്ചത്. കടലിൽ പോയി വിരൽ മുക്കാൻ പറഞ്ഞു പ്രവാചകൻ. ഒന്നിച്ചു നോക്കുക, ഈ വിരലിൽ എത്ര തുള്ളിയുണ്ട്? 1-2 തുള്ളി. ഇത് ദുനിയാവും. പാരാവോരം പോലെ പരന്നു കിടക്കുന്നത് പരലോകം. അപ്പോ നമ്മള് ഈ പള്ളിയിൽ എല്ലാവരും ഒരേ ഇബാദത്തിലാണല്ലോ, എല്ലാവരും വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഒരേപോലെയാണോ? അല്ല. എന്റെ സംസാരം നന്നാവണമെന്നും ആളുകൾ ഗംഭീരമെന്ന് പറയണമെന്നുമാണ് എന്റെ ഉദ്ദേശമെങ്കിൽ എനിക്ക് വേറെ കൂലിയാണ്. എന്റെ സംസാരം എന്തെങ്കിലും ഈ ആഴ്ച കിട്ടണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം, എനിക്കും അത് ഉപകാരപ്പെടണം എന്നാണ് വിചാരമെങ്കിൽ അതിന്റെ കൂലിയാണ് എനിക്ക്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സ്വീകരിക്കണം എന്നാണ് നിങ്ങളുടെ നെയ്യത്തെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ കൂലി. ഖതീബിന് മാർക്കിടണം, പ്രസംഗത്തിന് മാർക്കിടണം എന്നാണ് ഉദ്ദേശമെങ്കിൽ അതിനായിരിക്കും കൂലി. ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും വഴിമാറി പോകുന്ന ചിന്തകളും പ്രവർത്തനങ്ങളും നമുക്ക് നഷ്ടമായി ഭവിക്കാതിരിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الناس أوصيكم ثانيا بتقوى الله. ഒരിക്കൽ കൂടി ഒരു ചെവി കൊണ്ട് കേട്ട മറുചെവിയിലൂടെ വിട്ടുപോകാത്ത ഒരു ഉപദേശമായി അല്ലാഹുവിനെ സൂക്ഷിക്കണമേ എന്ന വസിയ്യത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്തി. നമ്മുടെ ഈമാന് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ഹല്ലല റളിയല്ലാഹു അൻഹു പറഞ്ഞത് നാഫക ഹല്ലല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വെപ്രാളം പിടിച്ചോടുന്ന ഒരു സന്ദർഭം ചരിത്രത്തിലുണ്ട്. അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് പറ്റിയത് ഹല്ലല? അപ്പൊ ഹല്ലല റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല ഈമാൻ ഉണ്ടാവും. പക്ഷെ എൻ്റെ വ്യവഹാരങ്ങളിലേക്ക്, കച്ചവടത്തിലേക്ക്, വൃത്തികളിലേക്കൊക്കെ ഞാൻ പോകുമ്പോൾ ആ ഈമാൻ കുറഞ്ഞു പോകും. ആ എന്റെയും അവസ്ഥ അത് തന്നെയാണ് എന്ന് പറഞ്ഞ് അവർ സംശയ നിവാരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തുകയും ഈമാൻ അങ്ങനെ കുറയുകയും കൂടുകയും ഒക്കെ ചെയ്യും. അത് മനുഷ്യാവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം. ഒരിക്കലും ദജ്ജാലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ സഹാബികളോട് പറഞ്ഞു.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പോയി തിരിച്ച് കുറെ സമയം കഴിഞ്ഞ് വന്നപ്പോൾ ഇവർ ഇതിന്റെ ചർച്ചയിലാണ്, ദജ്ജാലിനെ കുറിച്ചുള്ള ചർച്ചയിലാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്താ സംസാരിക്കണം? ഞങ്ങൾ ദജ്ജാലിനെ കുറിച്ച് നബി എന്നാലേ അതിനേക്കാൾ കൂടുതൽ നിങ്ങളെ ബാധിക്കുന്ന ദജ്ജാലിന്റെ ഉപദ്രവമില്ലാതെ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. അത് എപ്പോഴോ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചോ എന്നൊക്കെ പല വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഏത് മനുഷ്യനും സംഭവിക്കാവുന്ന, നിങ്ങളെ ബാധിക്കുന്ന അതിനേക്കാൾ വലിയ, ദജ്ജാലിനേക്കാൾ വലിയ ഒരു ഫിത്നയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ബോധിപ്പിച്ചു തരട്ടെ. അതാണ് ഗോപ്യമായ ശിർക്ക്. എന്താ ഗോപ്യമായ ശിർക്ക് എന്ന് പറഞ്ഞാൽ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് പ്രവൃത്തിയെടുക്കുക. വലിയ മുസ്ലിം എന്നൊക്കെ പറഞ്ഞ ആയത്തുകൾ നമുക്ക് ഇതിനോട് ചേർത്ത് വെക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് ഖുതുബയുടെ ആകുക നിയ്യത്തനുസരിച്ച് പ്രവർത്തനങ്ങൾ നന്നാക്കുക എന്നുള്ള ഒരു ഉത്ബോധത്തിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. നന്മ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ തിന്മകൾ അല്ലാഹു മായ്ച്ചു തരും. അല്ലാഹു അങ്ങനെ മായ്ച്ചു തരുമാറാവട്ടെ. നിരന്തരമായ ബോംബിങ്ങിലൂടെ ഗസയിൽ തീ നിറക്കുകയാണ് സയനിസ്റ്റ് ഭീകരത. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ രാഷ്ട്രങ്ങളുടെയും ശ്രമങ്ങളെ പരിഹസിക്കുന്ന തരത്തിലാണ് അവർ ഖത്തറിനെ പോലും ആക്രമിച്ചത്. ലെബനിൽ ആക്രമണങ്ങൾ നടത്തുന്നു, ഇസ്രായേലിന്റെ തന്നെ. മാനവികതയുടെ എല്ലാ സീമകളും അവർ അതിലംഘിക്കുന്നു. പത്രങ്ങൾ നമ്മളൊക്കെ വായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പത്രങ്ങളിലൂടെ അറിയുന്ന സംഗതികളെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഗസ പൂർണ്ണമായും പിടിച്ചെടുത്ത് അവിടെ റിയൽ എസ്റ്റേറ്റിന്റെ വൻ സാധ്യത കാണുകയാണ് വേറൊരു ഭരണാധികാരി. ഈ സാമ്പത്തിക സാമ്രാജ്യത്വം വലിയ രീതിയിലാണ് ഇസ്ലാമിനെ ആക്രമിക്കുന്നത്. എന്തുകൊണ്ട് ലിബറലിസം ഇവിടെ വരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താ? ഇസ്ലാം ശരിയായ അനുഷ്ഠിക്കുന്നവരുടെ വന്നാൽ കുറെ ഉൽപ്പന്നങ്ങൾ ചെലവാകില്ല, സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ചെലവാകില്ല, സൂചിപ്പിച്ചതാണ്. അപ്പോ യഥാർത്ഥ ഇസ്ലാം ഇവിടെ പരക്കുന്നതും പുലരുന്നതും വലിയ സാമ്രാജ്യ ശക്തികൾ ഭയക്കുന്നു. ഇങ്ങനെ ഗസയെ അവിടെയുള്ള ആളുകളെ നിർമ്മാർജ്ജനം ചെയ്ത നമ്മൾ കേരളത്തിൽ പോലും വായിച്ചല്ലോ. 92 വയസ്സായ 90 കഴിഞ്ഞ ഒരു എഴുത്തുകാരി ഗസയിലെ കുട്ടികൾ പട്ടിണിയായതിന്റെ പേരിൽ എനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല എന്നുള്ള ഒരു പ്രതികരണം നടത്തിയതാണ്. അവരുടെ ഒരു ആഘോഷ ദിവസം അവർ കഞ്ഞി മാത്രം കുടിച്ചുകൊണ്ട് അവിടുത്തെ കുഞ്ഞുങ്ങളെ ഓർക്കുകയും പറയുകയും ചെയ്തു. അവരെ പോലും ഇവിടുത്തെ ചില സംഘങ്ങൾ സൈബർ ആക്രമണത്തിലൂടെ അങ്ങോട്ട് നിശിതമായി വിമർശിക്കുകയാണ്. മനുഷ്യത്വം എവിടെയും മരവിച്ചു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഇവിടെ ഇന്ന് പറയാൻ സുഖമാണ്. എമ്പതറ്റിക്കായി ഇത് എൻ്റെ മക്കൾക്കായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ, എനിക്കായിരുന്നു ഈ ബോംബിങ്ങിൽ ഇങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഷെയർ ചെയ്യാൻ കാണുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. വളരെ ഭീകരമായ അവസ്ഥ എൻ്റെ കുടുംബത്തിനാണ് വന്നുപോയിച്ചിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിനപ്പുറം നമ്മൾ അള്ളാഹുവിനോട് അടുക്കുന്ന ഒരു സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എങ്കിലും ഇതിനോട് ഒരു ഐക്യദാർഢ്യം, ഭാഷയിൽ പറയുന്ന ഐക്യദാർഢ്യമല്ല, മനസ്സുകൊണ്ടുള്ള ഒരു ഐക്യദാർഢ്യം പുലർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സർവശക്തനാണ്. വലാ തഹ്സബന്നല്ലാഹു ഗാഫിലൻ അമ്മാ യഅലമുൽ ളാലിമൂൻ. അക്രമികളുടെ അക്രമങ്ങൾ കാണാതിരിക്കുന്നല്ല പടച്ചവൻ. ചില സമയത്തേക്ക് അവർ അയച്ചു വിട്ടുകയാണ് എന്ന അള്ളാഹുവിന്റെ വാക്കിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമ്രൂദിന്റെ അതികഠിനമായ ശിക്ഷയിൽ നിന്ന്, തീയിൽ നിന്ന് ഇബ്രാഹിം നബിയെ രക്ഷിച്ച അള്ളാഹു, ഫിർഔന്റെ കഠിനമായ ഉപദ്രവത്തിൽ നിന്ന്, ചെങ്കടലിന് മധ്യയിൽ നിന്ന് മൂസാ നബിയെ രക്ഷിച്ച അള്ളാഹു, അബ്രഹത്തിന്റെ ആനപ്പടയെ ചില പക്ഷികളെ അയച്ചുകൊണ്ട് രക്ഷിച്ച അള്ളാഹു അതേ പ്രതാപത്തോടു കൂടിയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. അള്ളാഹു ഫലസ്തീനിലെ ജനതയെ കാക്കുമാറാവട്ടെ. അവർക്ക് വേണ്ടി നമ്മൾ പണിയെടുത്തിട്ടില്ലെങ്കിൽ നാളെ നമ്മൾക്കും ഇതേ അവസ്ഥ വരും എന്ന് ഇപ്പോഴത്തെ സമകാലിക സംഭവങ്ങൾ വായിച്ചാൽ നമുക്ക്
ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹുവേ, അല്ലാഹു അൻസുറുൽ ഇഖ്വാനനാ ഫീ ഫലസ്തീൻ, ഫലസ്തീനിൽ ഞങ്ങളെ സഹോദരങ്ങളെ നീ സഹായിക്കണേ നാഥാ. അല്ലാഹുമ്മ ഇന്നഹും ജൂആ ഫഅത്ഇംഹും അത്ഇംഹും, അല്ലാഹു അവർ വിശപ്പിലാണ്, നീ അവർക്ക് ഭക്ഷണം നൽകണേ. അല്ലാഹുമ്മ ഇന്നഹും മദ്ലൂമൂന ഫൻസുർഹും, അല്ലാഹുവേ അവർ ആക്രമിക്കപ്പെട്ടവരാണ്, നീ അവരെ സഹായിക്കണമേ. അല്ലാഹുമ്മ സബ്ബിത് അഖ്ദാമന, അല്ലാഹുവേ ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ച് നിർത്തണേ. സയൻസിന്റെ ഭീകരതയിൽ നിന്ന് നീ അവരെ രക്ഷിക്കണമേ നാഥാ. എല്ലാ ഭീകരതയിൽ നിന്ന് വിശ്വാസികളെ, മനുഷ്യരെ രക്ഷിക്കണമേ നാഥാ. ഫാഷിസ്റ്റ് താന്തോന്നികളുടെ ഭരണ സംവിധാനങ്ങളെ നീ തകർക്കണമേ നാഥാ. അവരുടെ എല്ലാം സംഘടിത ശക്തിയെ നീ ഛിന്ന ഭിന്നമാക്കണമേ നാഥാ. അല്ലാഹുമ്മ ഫർരിഖ് ജമഅഹും, അവരുടെ ശക്തിയെ നീ ഛിന്ന ഭിന്നമാക്കണമേ നാഥാ. ദീനിന്റെ ശത്രുക്കളെ നീ പരാജിതരും പതിതരുമാക്കണമേ നാഥാ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ അജർനാ മിനൻ നാർ, റബ്ബനാ അജർനാ മിനൻ നാർ, റബ്ബനാ അജർനാ വഅജർ വാലിദനാ മിനൻ നാർ.